പണ്ടേ എൻ്റെ നാട്ടിൽ നടന്നു വരുന്ന ആചാരം ഇന്ന് എൻ്റെ വീട്ടിലും മാഷാ അല്ലാഹ്. മൗലൂദ് പരിപാടി. അപ്പോൾ ഇതിന് എൻ്റെ അനുജന്മാരും ബന്ധുക്കളും അയൽവക്കക്കാരും ചങ്ങാതിമാരൊക്കെ ഹെൽപ്പ് ചെയ്യും, പന്തലിടാനും കസേര നിരത്താനും. ഇത് കുക്ക് ബഷീർ, എന്തോ ഒരു ടേസ്റ്റ് ഇവൻ്റെ ഭക്ഷണം. ഞാൻ സ്പെഷ്യൽ ഇവനെ കൊണ്ടല്ലാണ്ട് ഇതുവരെ കുക്കിംഗ് ചെയ്തിട്ടില്ല. ബീഫ് കറിയും പയർ കറിയും, പയർ വറവ്, നെയ്ച്ചോറും, സൂപ്പർ കോമ്പിനേഷൻ. ഇന്ന് വെള്ളിയാഴ്ച സാധാരണ 10 മണിക്കാണ് മൗലൂദ് കഴിയൽ. 11:30 മണിയാകുമ്പോൾ മൗലൂദ് തുടങ്ങി കഴിയും. അപ്പോൾ ഉച്ചക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, നെയ്ച്ചോറും ബീഫും പയർ വറവും. വാവ്, എന്ത് ടേസ്റ്റ്. തനിമ SP അരി തന്നെ വാങ്ങിന്. അത് കുക്കിൻ്റെ നിർദ്ദേശപ്രകാരം അവനൊരു ചീട്ട് എഴുതി തരും. അത് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ. കണ്ടില്ലേ, ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ആ കട്ടിയിൽ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് ദൃശ്യത്തിൽ ഇത് കാണിക്കാം. അത് പാകം ചെയ്യുന്ന രീതി എന്തോ ഒരു ടേസ്റ്റ്. ആൾക്കാർക്ക് 2-3 പ്ലേറ്റ് അത്രക്കും ടേസ്റ്റ് കാരണം കഴിച്ചു. ഞങ്ങളൊരു 400-450 പേരുടെ പ്രൊജക്റ്റായിരുന്നു. മാഷാ അല്ലാഹ്, എല്ലാവർക്കും നല്ല ഒരേ അഭിപ്രായമാണ്. ബീഫ് കറിയും നെയ്ച്ചോറും ഇപ്പോൾ കംപ്ലീറ്റ് ഓർഡർ ചെയ്തിട്ട് വരുത്തലാണ്. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. എനിക്ക് നല്ല പൊൽസ് വേണം. പൊൽസ് വേണമെങ്കിൽ ഈ കാണുന്ന ഇതിനാണ്ട് അരിയാണത്. നല്ല പൊൽസ് എന്ന് വെച്ചെങ്കിൽ വീട്ടിൽ തന്നെ ആ ചെമ്പ് പോകുന്ന സൗണ്ടും ഇതിൻ്റെയൊക്കെ സൗണ്ടുകളൊക്കെ കേൾക്കാൻ എന്തോ ഒരു രസം. ഇത് മൗലൂദ് കഴിഞ്ഞ ഉടനെ കൊടുത്ത ടീയും അതിന് ചായക്കടിയുമാണ്. അതിന് ജുമാക്ക് ശേഷമാണ് ഈ നെയ്ച്ചോറും ബീഫും. കണ്ടില്ലേ, ചൂടോടെ പുക പോകുന്ന ദൃശ്യം. അവൻ മേക്കിംഗ് ചെയ്യുന്നതാണ്. അതിൻ്റെ മണം കൊണ്ട് ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റുന്നില്ല. നെയ്ച്ചോറെല്ലാം കണ്ടില്ലേ, വാവ്, എക്സലൻറ്റ്. ഇത് പയർ വറവ്, ബീഫ്, എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. ഇതെല്ലാം പഴയ കാലം, എൻ്റെ അറിവിൽ 45-50 വർഷം മുമ്പുള്ള ആചാരമാണ്. മൗലൂദ് കഴിഞ്ഞാൽ നെയ്ച്ചോറ്, ബീഫ്, പയർ വറവ്. വാവ്, എന്തത് നല്ല ടേസ്റ്റ്, നല്ല അഭിപ്രായം. ഇന്നത്തെ ഡേ അങ്ങനെ കടന്നുപോയി. വലിയ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടുമായില്ല. കണ്ടില്ലേ, പന്തൽ കെട്ടിയിട്ടുള്ള എക്സലൻറ്റ്.